ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഈസി കിച്ചൺ. ഇന്ന് നമുക്കൊരു സദ്യ സ്പെഷ്യൽ ഐറ്റം ആണ് ബീട്രൂട്ട് പച്ചടി. പിങ്ക് നിറത്തിൽ കാണാൻ നല്ല ഭംഗിയുള്ള അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാൻ ആദ്യം നമുക്ക് ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു ബീട്രൂട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബീട്രൂട്ട് ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ബീട്രൂട്ട് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ബീട്രൂട്ട് വേവിച്ചെടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുത്തത് കൊണ്ട് ബീട്രൂട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ബീട്രൂട്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തേങ്ങ ചിരവിത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അരക്കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബീട്രൂട്ട് പച്ചടിക്ക് ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന പച്ചമുളകിന്റെ എരിവ് അനുസരിച്ച് എണ്ണത്തിൽ വ്യത്യാസം വരുത്താം. ഇതിലേക്ക് ഇനി ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരഞ്ഞു കിട്ടാൻ ആവശ്യമായിട്ടുള്ള അല്പം വെള്ളം കൂടി ചേർത്ത് ഇത് നല്ല ഫൈൻ ആയിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങ ഞാനിതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ടും ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ബീട്രൂട്ടിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കാം. അതിനുശേഷം അരച്ചു വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഈ തേങ്ങയിലുള്ള വെള്ളം കൂടി നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിന്റെ ചൂട് ചെറുതായിട്ട് മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് കട്ടയൊക്കെ കളഞ്ഞെടുത്ത തൈര് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള തൈര് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അത്യാവശ്യം പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. തൈര് ചേർത്ത് കൊടുത്തത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. തൈര് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ച് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിനു വേണ്ടിയുള്ള എണ്ണ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പം ഇതിലേക്ക് 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇത് ചൂടോടെ തന്നെ നമ്മുടെ ബീട്രൂട്ട് പച്ചടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ്. ഇത്തവണത്തെ ഓണത്തിന് ഈ ഒരു ബീട്രൂട്ട് പച്ചടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.